പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഇനി വളരെ ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമാണ് നാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതായത് ക്രിസ്മസിൻ്റെ ഈവിനോട് ചേർന്ന് നിൽക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ നിറയണമേ, എന്നിൽ അലിയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. മറ്റൊരു ഈശോ ആയിട്ട് മാറുവാനായിട്ടാണ് നിങ്ങളെയും എന്നെയും തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവനോടൊപ്പം നാം ആയിരിക്കുക. അപ്പോൾ ഇന്നലെ നാം പഠിച്ച വചനമൊക്കെ നാം ഓർക്കണം. അപ്പോൾ ഈ വളരെ സുന്ദരമായ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 14-ാം വചനമായിരുന്നു. കർത്താവ് നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വചനമാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് സക്കറിയ ചാപ്റ്റർ 9 verse 9. സിയോൻ പുത്രി, നമ്മുടെ പേര് ചേർത്ത് ആ വചനം വായിക്കണം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. അതാണ് ആ വചനത്തിൻ്റെ വളരെ സുന്ദരമായ ഭാഗം. എന്നെയും നിങ്ങളെയും ഒക്കെ വിളിക്കുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതയുടെ പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇതാണ് ആ വചനം മുഴുവൻ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. Rejoice greatly, O daughter Zion. Shout aloud, O daughter Jerusalem. Lo, your king comes to you. Triumphant and victorious is he, humble and riding on a donkey, on a colt, the foal of a donkey. അപ്പം ഈ വചനം നാം നന്നായിട്ട് പഠിക്കണം. എന്നെ പേര് വിളിച്ച് പറയുന്നതായിട്ട് നമുക്ക് തോന്നണം. ജെറുസലേം പുത്രി, സിയോൻ പുത്രി, നീ ആനന്ദിക്കുക, ആർപ്പ് വിളിക്കുക, നിന്റെ രാജാവ് ഇതാ വരുന്നു, നിന്റെ അടുത്തേക്ക് വരികയാണ്. അത്രമാത്രം, അതായത് ക്രിസ്തു ദേ വരുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി. ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? ഈശോയെ പോലെ ആയിത്തീരുക, ഈശോയെ നിലലിയുക, ഈശോയെ നിറയുക. ഈ ഒരു ആഗ്രഹത്തോടെ വേണം ഈ ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട്. അല്ലാതെ ഒരു പുൽക്കൂട്ടിൽ ഒതുക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ അലിയാനുള്ളതാണ് ക്രിസ്തു. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.